ധന്യ നമസ്കാരം. ഈ വളരെ ക്രൂരമായ നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂരിലെ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അതിക്രൂരമായ ബലാത്സംഗത്തിലൂടെ കൊന്നുകളയുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടു. അത് വേഗം അന്വേഷണമൊക്കെ ഉണ്ടായി. അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതിയെ പിടികൂടി. അതിൽ ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. വലിയ പ്രശ്നമുണ്ടായി. ആ ഒരു അമ്മയ്ക്ക് മകളെ നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും വളരെ മോശം സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ജോലിയൊക്കെ സ്വപ്നം കണ്ട് നല്ല നിലയ്ക്ക് ജീവിതം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല്ലപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു. തൊട്ടപ്പുറത്തൊന്നും ആളുകളില്ലായിരുന്നു എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആരെങ്കിലും ഒന്ന് ഓടി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോയൊരു സമയമുണ്ടായിരുന്നു. ആ ജിഷയുടെ അമ്മ പലതരത്തിലും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ബ്യൂട്ടീഷ്യൻ ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ ചെറുതുള്ളതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ അവരെ പറഞ്ഞത്, ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എത്രത്തോളം ഉണ്ട് എന്ന്, അവരുടെ മാനസികമായ ചില സംഘർഷങ്ങൾ കൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയേക്കാം എന്നുമാണ് ഞാൻ ആ സമയത്തും കരുതുന്നത്. ഞാൻ അവരെ ട്രോളാനൊന്നും പോവാത്ത ഒരാളാണ്. ഇപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ കേട്ട വാർത്തയാണത്. അവരിപ്പം മറൈൻ ഡ്രൈവിലൊക്കെയാണ് ജീവിക്കുന്നതെന്ന്, കൊച്ചിയിലെ പല ഇതിലൂടെയും നടക്കുകയാണ് എന്നൊക്കെ കേട്ടു. എന്താണ് ധന്യ അതിൻ്റെ ഒരു കാര്യം? പാർത്ഥൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പെരുമ്പാവൂർ ജിഷ കേസ്. ഇന്നും നമ്മളിത് പറയുമ്പോൾ നമുക്ക് ആ പെൺകുട്ടി അനുഭവിച്ച വേദനകളൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ദുഃഖം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. 29 വയസ്സുള്ള നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിൽ നിന്ന് കൊറിയർ ജോലിക്ക് വന്ന ഒരു ആള് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ പാർത്ഥൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളല്ല, മറ്റാരോ ആണ് അയാളെ പ്രതിയാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വിവാദങ്ങളാണ്. അത് ഒരു സൈഡ് നിൽക്കട്ടെ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. വധശിക്ഷയ്ക്കാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. അഡ്വക്കേറ്റ് ആളൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ വക്കീല്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നടക്കുകയാണ്. ഇഷ മരണപ്പെട്ടതിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. എനിക്ക് അവിടെ ഒരു സംശയം ചോദിക്കാനുണ്ട്. അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് അമീറുൽ ഇസ്ലാമിന് വേണ്ടി വാദിക്കണമെങ്കിൽ നല്ല പൈസ അദ്ദേഹത്തിന് കിട്ടാൻ അദ്ദേഹം വാദിക്കാറില്ല. പക്ഷേ ഈ അമീറുൽ ഇസ്ലാമിന് ഇത്ര വലിയൊരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ആരാണ് ഇപ്പം സർക്കാർ വക്കീലാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ അമീറുൽ ഇസ്ലാമിന് ഇവനെയൊക്കെ വാദിക്കാൻ വേണ്ടി ആരാണ് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തത്, ഒന്നുകിൽ ഈ ആളൂർ എന്ത് ചെയ്തിട്ടുണ്ടാവാം, എനിക്ക് കുറച്ച് ശ്രദ്ധ കിട്ടട്ടെ എന്ന് കരുതി സ്വന്തം പോയി വാദിച്ചതുമായിരിക്കാം, അറിയില്ല. എന്തായാലും തുടരാം. ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയും വാദിച്ചത് ആളൂരാണ്. ആളൂർ എന്തായാലും ഫ്രീ ആയിട്ട് വാദിക്കുമെന്ന് ആളൂരിനെ പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആളൂര് ഫ്രീ ആയിട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടി വാദിക്കുമെന്ന്. മറ്റേ 1000 രൂപയും കൊല്ലാം, അതുപോലെയാണ് ആളൂരിന്റെ കാര്യം. ഞാനത് ആളൂരിന്റെ മൂത്ത് നോക്കി തന്നെ ചോദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ജിഷ മരിച്ചതിന് ശേഷം ജിഷയെ കൊലപ്പെടുത്തിയതിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് VS അച്യുതാനന്ദന്റെ സർക്കാരാണോ 2016 അതോ ഉമ്മൻചാണ്ടിയുടെ സർക്കാരായിരുന്നു അവസാന ഘട്ടത്തിൽ, പിണറായി വരുന്നതിന് തൊട്ട് മുൻപ്. അപ്പോൾ നല്ല രീതിയിൽ അവർ സർക്കാർ സഹായങ്ങൾ ചെയ്തു, ഒരുപാട് തുകകൾ ലഭിച്ചു. ജിഷയുടെ സഹോദരിക്ക് ജോലി കൊടുത്തു, ഒരു പഞ്ചായത്ത് ഓഫീസിൽ ജോലി കൊടുത്തു, അമ്മയ്ക്ക് വീട് വെച്ചു കൊടുത്തു. ഏകദേശം 45-50 ലക്ഷത്തോളം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. പിന്നീട് അവരുടെ ഒരു ജീവിതം, ഒരു മകൾ മരിച്ചാൽ, മകൾ അതിക്രൂരമായി ചെയ്യപ്പെട്ട ശേഷം ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പിന്നീട് അവരുടെ ജീവിതം നമ്മൾ കണ്ടതുപോലെയല്ല. അവർ വലിയ സൗകര്യങ്ങളോട് കൂടിയൊക്കെ ജീവിക്കുന്നത്, വലിയ വലിയ ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നു, വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അവരുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു രീതി തന്നെ, ഒരു മേക്ക് ഓവർ രീതിയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഒരു മീഡിയയുടെ ഒരു അഭിമുഖത്തിൽ അവർ, എനിക്ക് കുടുംബപരമായി ഞങ്ങൾക്ക് സൗന്ദര്യമുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, ഞാൻ ആ പരിസരത്തൂടെ എവിടെ പോയപ്പോഴാണ് ബ്യൂട്ടീഷ്യനെ കണ്ടത് പിന്നീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർക്കെതിരെ വലിയ വിമർശനങ്ങൾ ജനങ്ങൾ എപ്പോഴും ഉന്നയിക്കാറുണ്ട്. ഇതൊരമ്മയാണോ? സത്യത്തിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് ജിഷയായിരിക്കും. കാരണം തൻ്റെ പേര് പറഞ്ഞ് കിട്ടിയ പണമെല്ലാം
ഇടയ്ക്ക് സിനിമ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പണം അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവരെനിക്കറിയാം, ഞാൻ അവരുടെ പല ഇൻ്റർവ്യൂസും എടുത്തിട്ടുണ്ട്. എൻ്റെ അവരുടെ പേരടിച്ച് നോക്കിയ പല ഇൻ്റർവ്യൂസിലും അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. സിനിമ എടുക്കാൻ പോയി, സ്വർണം കുറേ വാങ്ങി ബാങ്കിൽ നിന്ന്, എന്നിട്ട് ഇത്രയൊക്കെ പൈസ കിട്ടിയിട്ട് അവരിപ്പോഴും സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ബാങ്കുകാർ അവരെ ചതിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ കിട്ടിയ 48-50 ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല, ഒരു 10 ലക്ഷം കിട്ടി. 20 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കിട്ടിയത് എന്തിനാണ്? തൻ്റെ മകളെ അത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് കിട്ടിയ ഫണ്ടാണ്. അതൊരമ്മ വിനിയോഗിക്കേണ്ടത് എന്തിനാണ്? ഒരു വീട് വെച്ചു കൊടുത്തു സർക്കാർ കയറി കിടക്കാനായിട്ട്. അവിടെ മൂത്ത മകൾ കിടത്തില്ല എന്നാണ് പറയുന്നത്. അതാ കുട്ടിയോട് ചോദിക്കണം, നമുക്കറിയില്ല. കാരണം ഇവർ പറയുന്നതാണ്. എന്താണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല. മൂത്ത കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് പൊതു മാധ്യമങ്ങളുടെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അവർ പറയുന്ന കാരണം വെച്ച് ഇവരെ ആ പരിസരത്ത് പോലും അടുപ്പിക്കാൻ കഴിയില്ല. ആ മൂത്ത മകൾ പറയുന്ന കാരണം വെച്ച്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഈ കൊച്ചു കുട്ടികൾക്കുള്ള എന്തോ സാധനങ്ങളൊക്കെ വിറ്റ് അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിക്കും. കുറേ നാളുകളായി അവർ മറൈൻ ഡ്രൈവിലാണ് അവരുടെ ജീവിതം. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ മൂത്ത മകൾ സമ്മതിക്കുന്നില്ല, കയറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ പേരിലാണ് ആ വീട്. അവർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ആ വീട് വെച്ച് കൊടുത്തത്. വീട് അത്യാവശ്യം നല്ലൊരു വീടാണ് സർക്കാർ വെച്ച് കൊടുത്തത്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, പല തവണ ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്. അത്യാവശ്യം അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇവരുടെ പേരിൽ വെച്ച് കൊടുത്ത വീടാണെങ്കിൽ അവിടെ നിന്ന് അവരെ ഇറക്കി വിടാൻ മകൾക്കും അധികാരം ഇറക്കി വിട്ടതല്ല, ഇവർ ഇറങ്ങി പോകുന്നതാണ്. അതായത് ഈ മാധ്യമങ്ങൾക്ക് ബൈറ്റുകൾ കൊടുക്കുന്നതും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും മകൾക്ക് ഇഷ്ടമല്ല. അവർ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണത്. പിന്നെ പേരൊന്നും വിളിച്ചു പറഞ്ഞാൽ നമ്മളവരെ വെറുതെ വലിച്ചഴക്കാൻ ശ്രമിക്കണ്ട. അത്തരത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവർക്കൊരു മകനുണ്ട്, ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങളൊക്കെ, ഒരു സഹോദരി മരിച്ച ഒരു ചേച്ചിയാണ് അവർ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തൻ്റെ സഹോദരി എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാവുന്ന ഒരു സഹോദരി കൂടിയാണ് ഈ മൂത്ത പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ കോമാളിത്തരങ്ങളൊക്കെ കാട്ടി ഈ പണമൊക്കെ കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് തീർത്ത് എല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെയും തങ്ങളെ നാണം കെടുത്താനായി ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഞാൻ നോക്കും, ഞാൻ ആഹാരം കൊടുക്കും, എനിക്കൊരു പ്രശ്നവുമില്ല എന്നാൽ മൂത്ത മകൾ കൃത്യമായി പറയുന്നുണ്ട്. ഇവർ വല്ല വീട്ടിലുമൊക്കെ ജോലിക്ക് പോയി നിന്ന് എന്തിനാണ് മക്കളെ പറയിപ്പിക്കാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതിപ്പോൾ മരണപ്പെട്ട ജിഷയും കൂടിയാണ് പലപ്പോഴും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ ആ പേര് പറഞ്ഞാണ് വാർത്ത ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ മറൈൻ ഡ്രൈവിലിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 24-ന്റെ ഹാഷ്മി അടക്കമുള്ള ആളുകൾ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് മറൈൻ ഡ്രൈവിൽ പോയപ്പോഴാണ് ഇവരെ കണ്ടതും ഇവരവിടെ എന്തോ സാധനം വിൽക്കാനൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തു? സർക്കാർ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സുരക്ഷയും, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സുരക്ഷയും എല്ലാം സർക്കാർ നിങ്ങൾക്ക് ഒരുക്കി തന്നു. ഈ തെരുവിൽ ഇറങ്ങി നടന്ന് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ട ആവശ്യകതയൊന്നും ഇവർക്കില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഈ കിട്ടിയ പണമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? സത്യത്തിൽ ഇവരുടെ അവസ്ഥ കണ്ട് ഏറ്റവും കൂടുതൽ ആത്മാവ് സന്തോഷത്തോടെ ചിരിക്കുന്നത് ജിഷയുടേതായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവർ മരണപ്പെട്ടതിന് ശേഷം ആ മകൾക്ക് വേണ്ടിയാണോ ജീവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ പറയും, എൻ്റെ മകളെ കൊന്നത് അവരല്ല, ഇവരല്ല, ഞാൻ ഇനിയും കോടതി. എന്തിന്? ഇവിടെ ഗോവിന്ദസ്വാമി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, സൗമ്യയുടെ അമ്മയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും മകളുടെ പേര് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് കരയും. ആ വീട് വിട്ട് വെളിയിലിറങ്ങില്ല ആ സ്ത്രീ എന്നാണ് പറയുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെ ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മരണപ്പെട്ട മക്കളെയും ജീവിച്ചിരിക്കുന്ന മക്കളെയും സമൂഹത്തിന് മുന്നിൽ വീണ്ടും വേട്ടയാടാൻ അല്ലെങ്കിൽ വീണ്ടും പരിഹസിക്കാൻ, അവഹേളിക്കാനൊക്കെ ഇട്ടുകൊടുക്കുന്ന ഇത്തരം അമ്മമാരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെങ്കിലും മനസ്സിന്റെ പ്രയാസം കൊണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. സാമൂഹ്യ നീതി വകുപ്പൊക്കെ ഇടപെട്ടുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം കണ്ടിട്ട്. തീർച്ചയായിട്ടും ഇത്
സർക്കാർ തന്നെ ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. സർക്കാർ ചെയ്യാവുന്നതിന്റെ എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇനി പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് പ്രതിയെ പിടിച്ചത്. ബാക്കി തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സർക്കാരുകളും കൃത്യമായി അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്തരം മക്കളെ, മരിച്ചുപോയ മകളെയും ജീവിച്ചിരിക്കുന്ന മകളെയും അപമാനിക്കാനും അവഹേളിക്കാനും നാട്ടുകാർക്ക് പരിഹസിക്കാനും വിട്ടുകൊടുക്കാൻ എന്തിന് ഇത്തരം കോമാളി വേഷങ്ങൾ കെട്ടുന്നു എന്നുള്ളതാണ് മാത്രമേ ജിഷയുടെ അമ്മയോട് ചോദിക്കാനുള്ളൂ. എന്തായാലും അറിയാം എന്തൊക്കെയാണ് അവർ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്.